അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്നുള്ളത് മനുഷ്യനെ എന്നും ചിന്തിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സൺ ഫോർമുലയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്യഗ്രഹ ജീവികളെ ആസ്പദമാക്കി നിരവധി ഹോളിവുഡ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും അന്യഗ്രഹത്തിൽ ജീവനുണ്ടോ എന്നത് ഇന്നും അജ്ഞാതമായ കാര്യമാണ്. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ജീവൻ നിലനിൽക്കാൻ ആ ഗ്രഹത്തിന് പല പ്രത്യേകതകളും ആവശ്യമാണ്. അതിൽ പ്രധാനം ആ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിലായിരിക്കണം എന്നുള്ളതാണ്. ഇതിന് ഗോൾഡിലോക്ക് സോൺ എന്നും പറയാറുണ്ട്. നമ്മൾ വസിക്കുന്ന ഭൂമി സൂര്യനിൽ നിന്നും ഹാബിറ്റബിൾ സോണിലാണുള്ളത്. ഹാബിറ്റബിൾ സോൺ ഓരോ നക്ഷത്രത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഹാബിറ്റബിൾ സോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നക്ഷത്രത്തിൽ നിന്നും വളരെ സേഫായ ഏരിയയാണ്. അതായത് നക്ഷത്രത്തിൻ്റെ വളരെ അടുത്തായാൽ ആ ഗ്രഹത്തിലെ താപം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ജലത്തിന് ദ്രാവകാവസ്ഥയിൽ നിലനിൽക്കാൻ സാധ്യമല്ല. അതുമാത്രമല്ല, സൂര്യനിൽ നിന്നുള്ള റേഡിയേഷൻ വളരെ കൂടുതലായിരിക്കും. നക്ഷത്രത്തിൽ നിന്നും വളരെ അകലെയായാൽ ജലം ഐസിൻ്റെ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതിന് ഉദാഹരണമാണ് യുറാനസും നെപ്റ്റ്യൂണും. ജീവൻ നിലനിൽക്കാൻ അത്യന്താപേക്ഷിതമായ ഒരു ഘടകം ജലമാണ്. ജലത്തിന് ദ്രാവകാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്ന സ്ഥലമാണ് ഹാബിറ്റബിൾ സോൺ. സൗരയൂഥത്തിന് പുറത്ത് പല ഗ്രഹങ്ങളും ഹാബിറ്റബിൾ സോണിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആ ഗ്രഹത്തിൽ ജീവനുണ്ടോ എന്നുള്ളത് അജ്ഞാതമായ കാര്യമാണ്. ഭൂമിക്ക് പുറത്ത് മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ഏകകോശ ജീവികളാകാം, അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ 10 മടങ്ങ് ബുദ്ധിശക്തിയുള്ളതോ ആകാം. അന്യഗ്രഹങ്ങളെ പറ്റിയുള്ള പഠനത്തെ ആസ്ട്രോബയോളജി എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പറക്കുന്ന വസ്തുക്കളെ കണ്ടെത്തിയിട്ടുണ്ട്. അവയെ UFO എന്നാണ് പറയുന്നത്. അതായത് അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്. അത് അന്യഗ്രഹ ജീവികൾ ഭൂമിയെ നിരീക്ഷിക്കാനായി വരുന്നതാണെന്നുള്ള വാദങ്ങളും നിലനിൽക്കുന്നു. എന്നാൽ ഇതിൽ പലതും മനുഷ്യർ തന്നെ പല ആവശ്യങ്ങൾക്കായി വിട്ടതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പലതിനെക്കുറിച്ചും പഠനങ്ങൾ നടന്നു വരികയുമാണ്. അന്യഗ്രഹങ്ങൾക്കായിട്ടുള്ള അന്വേഷണത്തിൽ നമ്മൾ പല സന്ദേശങ്ങളും പ്രപഞ്ചത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അതിലാദ്യത്തേത് 1974 അരിസിബോ സന്ദേശമായിരുന്നു. ബൈനറി കോഡിലെഴുതിയ ഈ സന്ദേശത്തിൽ സൗരയൂഥത്തിൻ്റെ ഒരു മാപ്പും ഉൾപ്പെടുത്തിയിരുന്നു. അതിനുശേഷം സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ നിരവധി സന്ദേശങ്ങൾ അയച്ചു. എന്നാൽ ഇത്തരം ശ്രമങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായപ്പെട്ടവരുണ്ട്. ഈ സന്ദേശങ്ങൾ ചിലപ്പോൾ അന്യഗ്രഹ ജീവികളെ ഭൂമിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയേക്കാം. ചിലപ്പോൾ അത് ഗുണവും ദോഷവും ചെയ്തേക്കാം. അന്തരിച്ച വിഖ്യാത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് അന്യഗ്രഹ ജീവികളെ ബന്ധപ്പെടാനുള്ള ശ്രമത്തെ എതിർത്തിരുന്നു. വിശാലമായ ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെപ്പോലുള്ള കോടിക്കണക്കിന് ഗ്രഹങ്ങളുണ്ടാകാം. എന്നാൽ ഇതിൽ ജീവനുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ശാസ്ത്രലോകത്തിന് ഇന്നും ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.